ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിശ്വാസികളെ ആകെ ചേർത്ത് മുന്നോട്ടു പോകുന്ന ദേവസ്വം ബോർഡിനെ CPIM പിന്തുണയ്ക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പത്തനംതിട്ട ചിറ്റാറിൽ അനശ്വര രക്തസാക്ഷി MS പ്രസാദിന്റെ 41ാം രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകൾ. വിശ്വാസികൾ വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. RSSകാർ ആഗോള അയ്യപ്പ സംഗമം നടത്തരുതെന്ന് പറഞ്ഞു. കോൺഗ്രസുകാർ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. എന്നാൽ CPIM ദേവസ്വം ബോർഡിന്റെ നിലപാടിനൊപ്പമാണ്. MS പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വിശ്വാസികളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒപ്പമാണ്. ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലോക അയ്യപ്പ സംഗമം വന്നപ്പോ RSകാർ പറഞ്ഞു അങ്ങനെ നടത്താൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളത് ബഹിഷ്കരിക്കും. ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ ആ സമ്മേളനത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീർച്ചയായും നൽകും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ വിവിധ സാമുദായിക സംഘടനകൾ പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, വിശ്വാസികളാരും വർഗീയവാദികളല്ല. ഇനി ഒന്നുകൂടി പറഞ്ഞാലേ ബോധ്യമുള്ളൂ, വർഗീയവാദികൾക്ക് എന്തില്ല, വിശ്വാസമില്ല. അനശ്വര രക്തസാക്ഷി MS പ്രസാദിന്റെ ഓർമ്മയിൽ ചിറ്റാർ ചുവന്നു. ഡിസംബർ 17 SFI നേതാവായിരുന്ന CV ജോസിനെ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ക്യാമ്പസിൽ വെച്ച് KSU ഗുണ്ടകൾ കൊലപ്പെടുത്തി. കേസിലെ മുഖ്യസാക്ഷിയും കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്നു MS പ്രസാദ്. കേസിൽ കോടതിയിൽ സാക്ഷി പറയാതിരിക്കാനാണ് 1984 തിരുവോണ ദിവസം INDC കോൺഗ്രസ് ഗുണ്ടകൾ MS പ്രസാദിനെ കൊലപ്പെടുത്തിയത്. MS പ്രസാദ് അനുസ്മരണ യോഗത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു, പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗം രാജു എബ്രഹാം, SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.